മക്കളോടുള്ള പാർഷ്യാലിറ്റിയെ പറ്റിയിട്ട് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സ്ഥിരം പറയുന്ന ഒരു ക്ലീഷ ഡയലോഗ്. ഇത് നോക്ക്, ഈ രണ്ട് കണ്ണുകൾ പോലെയാണ് എനിക്ക് എൻ്റെ മക്കൾ. ഒരു മാതാപിതാക്കൾക്കും മക്കളെ ഒരേപോലെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതിൽ ആരെങ്കിലും ഒരാളോട് തീർച്ചയായിട്ടും ഇത്തിരി ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അവരോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കും. ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ എൻ്റെ അച്ഛനോട് അമ്മയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കും, വെറുപ്പ് കാണിക്കും എന്നൊന്നും വിചാരിച്ചിട്ടല്ല അവർ പിറന്നു വീഴുന്നത്. അവർ അങ്ങനെ ഒരാളെ വെറുക്കണമെങ്കിൽ അവന് കൊച്ചിലേക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അങ്ങനെയായിരിക്കും. അതായത് ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ആ കുഞ്ഞ് ആ അമ്മയുടെ സ്നേഹം അറിയുന്നുണ്ട്. അവളുടെ ചിന്തകളിലൂടെ, അവളുടെ സംസാരത്തിലൂടെ, അവളുടെ സ്നേഹസ്പർശങ്ങളിലൂടെ. പ്രഗ്നൻസി ടൈമിൽ പല അമ്മമാരും പറയാറുണ്ട്, ഇത് എനിക്ക് വേണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചതല്ല, അബദ്ധത്തിൽ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ ഗർഭാവസ്ഥ കടന്നു വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ അകൽച്ച നിങ്ങളുടെ കുഞ്ഞിനും കാണും. നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അവരിൽ ഒരാൾ നമ്മളോട് പെരുമാറുന്നത് സ്നേഹത്തിലും മറ്റേയാൾ വെറുപ്പോടും കൂടി ആണെങ്കിൽ ആ വെറുപ്പ് കാണിക്കുന്നവന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അത്തരത്തിലുള്ളതായിരിക്കും. ഒരിക്കലും മക്കളെ സ്നേഹത്തിന്റെ പേരിൽ പഴി പറയരുത്. അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്താണോ മക്കൾക്ക് കൊടുക്കുന്നത് അതേ മക്കളിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടും.